പരിണാമപരമായി ഉയർന്ന തലത്തിൽപ്പെട്ട മനുഷ്യരിൽ ബാഹ്യവും ആന്തരികവുമായ മാറ്റങ്ങൾക്കനുസരിച്ച് ശാരീരിക പ്രതികരണങ്ങളെ രൂപപ്പെടുത്തുകയും അവ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിന് അനുയോജ്യമായ ഒരു നാഡീവ്യവസ്ഥാ സംവിധാനമാണ് പ്രവർത്തിക്കുന്നത്. നാഡീവ്യവസ്ഥ: കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ. കേന്ദ്ര നാഡീവ്യവസ്ഥ മസ്തിഷ്കം, സുഷുമ്ന എന്നിവ ഉൾപ്പെടുന്നു. പെരിഫറൽ നാഡീവ്യവസ്ഥ കേന്ദ്ര നാഡീവ്യവസ്ഥയെ അവയവങ്ങളെ ബന്ധിപ്പിക്കുന്ന 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും ഗ്രാഹികളും നാഡീ ഗാംഗ്ലിയോണുകളും ഉൾപ്പെടുന്നു. മനുഷ്യ മസ്തിഷ്കം അസ്ഥിനിർമ്മിതമായ തലയോടിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മസ്തിഷ്കത്തെയും സുഷുമ്നയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 പാളികളുള്ള ഒരു സ്ഥലമാണ് മെനിഞ്ചസ്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിൻ്റെ അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. നാഡീകോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും നൽകുന്നു. നാഡീകോശങ്ങളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു. മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷുമ്നയെയും ബാഹ്യാഘാതങ്ങളിൽ സംരക്ഷിക്കുന്ന ഒരു കവചമായി പ്രവർത്തിക്കുന്നു എന്നിവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ മുഖ്യ ധർമ്മങ്ങൾ. മസ്തിഷ്കം: സവിശേഷതകളും ധർമ്മങ്ങളും. സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരിക ഭാഗത്തെ മെഡുല്ല എന്നും പറയുന്നു. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം. വിവിധ ഇന്ദ്രിയാനുഭവങ്ങൾ ലഭ്യമാക്കുന്നു. സെറിബെല്ലം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം. മസ്തിഷ്കത്തിന് പിന്നിൽ താഴെയായി കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില കൈവരിക്കാൻ സഹായിക്കുന്നു. തലാമസ് മസ്തിഷ്കത്തിൻ്റെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രിൽ നിന്നുമുള്ള അവയവങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. സുഷുമ്ന മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സുഷുമ്ന. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലെത്തിക്കുകയും മസ്തിഷ്കത്തിൽ നിന്ന നിർദ്ദേശങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുന്നത് സുഷുമ്നയാണ്. സെൻട്രൽ കനാൽ സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന ഭാഗം. ഡോർസൽ റൂട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സുഷുമ്നയിലേക്ക് കടത്തിവിടുന്നു. വെൻട്രൽ റൂട്ട് സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറുന്നു. സുഷുമ്നയിൽ വൈറ്റ് മാറ്റർ പുറത്തും ഗ്രേ മാറ്റർ അകത്തുമായി കാണപ്പെടുന്നു. സുഷുമ്നയിൽ സെറിബ്രോസ്പൈനൽ ദ്രവം കാണപ്പെടുന്ന ഭാഗമാണ് സെൻട്രൽ കനാൽ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സുഷുമ്നയിലേക്ക് കടത്തിവിടുന്ന നാഡീതന്തുക്കളുടെ കൂട്ടമാണ് ഡോർസൽ റൂട്ട്. സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറുന്ന നാഡീതന്തുക്കളുടെ കൂട്ടമാണ് വെൻട്രൽ റൂട്ട്. നാഡീയ അവയവങ്ങളുടെ പ്രേഷണം. നാഡീകോശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കോശങ്ങളും വൈദ്യുത ചാർജുള്ളവയാണ്. ഉദ്ദീപിക്കപ്പെടുമ്പോൾ കോശത്തിന് പുറത്ത് നിന്ന് പോസിറ്റീവ് അയണുകൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് താൽക്കാലികമായി ആ ഭാഗത്ത് ചാർജ് വ്യതിയാനം ഉണ്ടാക്കുന്നു. നാഡീകോശത്തിലൂടെ അവയവങ്ങൾ സഞ്ചരിക്കുന്നത് ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന തുടർച്ചയായ ചെറിയ വൈദ്യുത രാസമാറ്റങ്ങളിലൂടെയാണ്. ഓരോ ഭാഗത്തും ഇത്തരം മാറ്റം ഉണ്ടാകുമ്പോൾ അടുത്ത ഭാഗം ഉത്തേജിതമാകുന്നു. ഇത് തുടരുന്നതിനാൽ സന്ദേശം നാഡീകോശം മുഴുവൻ കടന്നുപോകുന്നു. സിനാപ്സിൻ്റെ ഘടന. സിനാപ്റ്റിക് നോബ് ന്യൂറോ ട്രാൻസ്മിറ്റർ തരുന്ന വെസിക്കിളുകളുള്ള ആക്സോണറ്റിൻ്റെ ഭാഗം. പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലം ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സ്വീകരിക്കുന്ന റിസപ്റ്ററുകളുള്ള ഡെൻഡ്രൈറ്റിൻ്റെ അഗ്രഭാഗം. സിനാപ്റ്റിക് വിടവ് ന്യൂറോണുകൾക്കിടയിലുള്ള ചെറിയ വിടവ്. സിനാപ്സ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവയവം കൈമാറുന്ന ഭാഗമാണ് സിനാപ്സ്. പ്രീ സിനാപ്റ്റിക് സ്ഥലം, പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലം, സിനാപ്റ്റിക് വിടവ് എന്നിവയാണ് സിനാപ്സിൻ്റെ ഭാഗങ്ങൾ. അവയവങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ അത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലത്തിലെ റിസപ്റ്ററുകളെ ചേർന്ന് ആ ന്യൂറോണിനെ ഉദ്ദീപിപ്പിക്കുന്നു. സിനാപ്സുകൾ അവയവങ്ങളെ ഒരു ദിശയിൽ മാത്രം കടത്തിവിടുകയും അവയവങ്ങളുടെ സഞ്ചാര വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നവീന മസ്തിഷ്കം നിയോ കോർട്ടെക്സ്. സസ്തനികളുടെ മസ്തിഷ്കത്തിലെ സെറിബ്രൽ കോർട്ടെക്സ് 6 അടുക്കുകളുള്ള നവീന മസ്തിഷ്കം എന്ന സങ്കീർണ ഘടനയായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. മനുഷ്യരിലാണ് മറ്റ് സസ്തനികളെ അപേക്ഷിച്ച് ഇത് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ നവീന മസ്തിഷ്കത്തിൽ ഏകദേശം 16 ബില്യൺ നാഡീകോശങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അവയിൽ ഓരോന്നും മറ്റുള്ളവയായി ശരാശരി 7000-ഓളം സിനാപ്സുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ചിന്തിക്കുക, തീരുമാനങ്ങൾ എടുക്കുക, പഠിക്കുക, ഓർമ്മിക്കുക തുടങ്ങിയ ഉന്നതമായ മാനസിക പ്രവർത്തനങ്ങളെല്ലാം നവീന മസ്തിഷ്കത്തിലെ സിനാപ്സുകളുടെ സഹായത്തോടെയാണ് സാധ്യമാകുന്നത്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയോ പുതിയ അനുഭവങ്ങൾ നേടുകയോ ചെയ്യുമ്പോൾ ഈ സിനാപ്സുകളുടെ എണ്ണം വർദ്ധിക്കുകയും നമ്മുടെ മസ്തിഷ്കം കൂടുതൽ കാര്യക്ഷമമാകുകയും ചെയ്യുന്നു. വിവിധതരം ന്യൂറോണുകൾ.
ന്യൂറോൺ, സംവേദ ന്യൂറോൺ വിവിധ ഗ്രാഹികളിൽ നിന്നുള്ള അവയവങ്ങളെ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എത്തിക്കുന്നു. പ്രേരക ന്യൂറോൺ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇന്റർ ന്യൂറോൺ സംവേദ ന്യൂറോണിനെയും പ്രേരക ന്യൂറോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാഡികൾ ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ ആക്സോണുകൾ കൊഴുപ്പിൻ്റെയും യോജകലയുടെയും പാളിയാൽ പൊതിഞ്ഞ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് നാഡികൾ. നാഡി, സംവേദനാഡി, നിർമ്മാണഘടം, സംവേദ ന്യൂറോൺ, ധർമ്മം വിവിധ ഗ്രാഹികളിൽ നിന്നുള്ള അവയവങ്ങളെ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എത്തിക്കുന്നു. നാഡി, പ്രേരക നാഡി, നിർമ്മാണഘടകം, പ്രേരക ന്യൂറോൺ കേന്ദ്ര നാഡീവ്യവസ്ഥയിലുള്ള നിർദ്ദേശങ്ങളെ അവയവങ്ങൾ എത്തിക്കുന്നു. സമ്മിശ്ര നാഡി, നിർമ്മാണ ഘടകങ്ങൾ, സംവേദ ന്യൂറോണും പ്രേരക ന്യൂറോണും വിവിധ ഗ്രാഹികളിൽ നിന്നുള്ള അവയവങ്ങളെ കേന്ദ്ര നാഡീവ്യവസ്ഥയിലേക്കും കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവയവങ്ങളിലേക്കും എത്തിക്കുന്നു. സ്വതന്ത്ര നാഡീവ്യവസ്ഥ സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. ഉദ്ദീപനത്തിനനുസരിച്ച് ആകസ്മികമായും അനൈശ്ചികമായും നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ അഥവാ ആകസ്മിക പ്രതികരണങ്ങൾ. സുഷുമ്നയിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ ഉണ്ടാകാറുണ്ട്. റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ അവയവങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക്. ഗ്രാഹി, സംവേദ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, പ്രേരക ന്യൂറോൺ, പേശി എന്നിവയാണ് റിഫ്ലക്സ് ആർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ. ഗ്രാഹി ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന ശരീരഭാഗം. സംവേദ ന്യൂറോൺ ഗ്രാഹികളിൽ നിന്ന് അവയവങ്ങളെ സുഷുമ്നയിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്റർ ന്യൂറോൺ സുഷുമ്നയിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന നാഡീകോശങ്ങളാണ് ഇന്റർ ന്യൂറോണുകൾ. ഇവ സംവേദ ന്യൂറോണിൽ നിന്ന് അവയവങ്ങളെ സ്വീകരിച്ച് പ്രേരക ന്യൂറോണിലേക്ക് കൈമാറുന്നു. പേശി പ്രേരക ന്യൂറോണിൽ നിന്ന് അവയവങ്ങളെ സ്വീകരിച്ച് പ്രതികരണങ്ങളെ സൃഷ്ടിക്കുന്നു. നാഡീവ്യവസ്ഥ മറ്റ് ജീവികളിൽ ഹൈഡ്ര ഏറ്റവും ലളിതമായ നാഡീവ്യവസ്ഥ. നിയന്ത്രണ കേന്ദ്രമില്ലാത്ത നാഡീജാലിക കാണപ്പെടുന്നു. പ്ലനേറിയ തലയുടെ ഭാഗത്തുള്ള ഒരു ജോഡി ഗാംഗ്ലിയകൾ നിർദ്ദേശങ്ങളെ ഏകോപിപ്പിക്കുന്നു. ഷഡ്പദങ്ങൾ തലയുടെ ഭാഗത്തുള്ള നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന് വ്യക്തവും സാമാന്യം വികാസം പ്രാപിച്ചതുമായ മസ്തിഷ്കമായി പരിണമിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും പുറപ്പെടുന്ന ഒരു ജോഡി നാഡീതന്തുക്കളിലെ ഗാംഗ്ലിയോണുകൾ ഓരോ അറയിലും കാണപ്പെടുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഫോർ നോട്ട്സ് use call or message WhatsApp 9961549081.